ആഭരണ പ്രേമികൾക്ക് ഇനി ആശ്വസിക്കാം. റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന സ്വർണ്ണവില കുറയും. സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുമെന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രഖ്യാപനം ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും. 15% ഇറക്കുമതി ചുങ്കം 6% കുറയ്ക്കും. ഇന്നത്തെ നിരക്കിൽ 1 കിലോഗ്രാം സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ 9.82 ലക്ഷം രൂപ വരെ ഡ്യൂട്ടി അടയ്ക്കണം. ബജറ്റ് പ്രഖ്യാപനത്തോടെ അത് 3.93 ലക്ഷം രൂപയായി കുറയും. ഇതോടെ സ്വർണ്ണവില പവന് 4000 രൂപ മുതൽ 6000 രൂപ വരെ കുറയുമെന്നാണ് വിലയിരുത്തൽ. ഗൾഫിൽ നിന്നും സ്വർണം വാങ്ങുന്നവർക്കും ഇത് ആശ്വാസ വാർത്ത. ഇവിടെ കിട്ടുന്നതായ സ്വർണത്തിനുമായിട്ട് എപ്പോഴും ഡിഫറൻസ് ഉണ്ടായിരുന്നു, പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 6% ചുരുക്കിയപ്പോൾ പ്രൈസ് ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് കൂടുതലായിട്ട് സ്വർണം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കും. അതേസമയം ഈ പ്രഖ്യാപനം മറ്റൊരു കൂട്ടർക്ക് ദോഷം ചെയ്യും. കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് രാജ്യത്തെ സ്വർണം കടത്തുന്നവർക്ക് ഇത് വൻ തിരിച്ചടിയാണ്. അനധികൃതമായി സ്വർണം എത്തിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നവർക്ക് അപ്രതീക്ഷിത തിരിച്ചടി. കിലോയ്ക്ക് 12 ലക്ഷം വരെ കിട്ടിയിരുന്നത് ഇനി 3 ലക്ഷം മുതൽ 4 ലക്ഷമായി കുറയും. പ്രതിവർഷം 700 ടൺ മുതൽ 800 ടൺ സ്വർണ്ണമാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നത്. ഇതുകൂടാതെ 41,000 കോടി രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് ഇന്ത്യയിലെത്തുന്നത്. തിരുവ വെട്ടിക്കുറച്ചതോടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ അപ്പോഴും കള്ളപ്പണം വെളുപ്പിക്കുന്നവരും വിദേശ ഫണ്ട് ഇന്ത്യയിലെത്തിക്കുന്ന ഹവാല ഇടപാടുകാരും സ്വർണ്ണക്കടത്ത് തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്.